Hello friends, welcome to SATC. Please click here to subscribe and click here to previous video. Click here to more subjects. Also like our videos Facebook, Twitter and Google+. Don't forget to follow. Kerala SSLC Maths Chapter 5 Trigonometry Part 20 Textbook Exercise 5.2 Question number 8. Please visit part 1 to 19 before watching this video. Question number 8. The picture shows a triangle and its circumcircle. What is the radius of the circle? The picture നൽകിയിട്ടുണ്ട്. ചിത്രത്തിൽ ഒരു ത്രികോണവും അതിന്റെ പരിവൃത്തവുമാണ് വരച്ചിരിക്കുന്നത്. വൃത്തത്തിന്റെ ആരം എത്രയാണ്? ഓക്കേ. ത്രികോണത്തിന്റെ പരിവൃത്തം സർക്കംസർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്രികോണത്തിന്റെ മൂന്ന് മൂലയിലൂടെ 1 2 3 ഈ മൂന്ന് മൂലയിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിനെയാണ് നമ്മൾ പരിവൃത്തം അഥവാ സർക്കംസർക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ? അതിന്റെ റേഡിയസ് എന്താണ്? അപ്പോൾ ആ വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു അകലം ഉണ്ടാവുമല്ലോ, അതാണ് റേഡിയസ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ മുകളിലേക്ക് വരയ്ക്കും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആവും. ഓക്കെ, 90 ഡിഗ്രി. നമ്മൾ ഇതങ്ങോട്ട് ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി വരും? അതെങ്ങനെ കാണും? അതിന് നമ്മൾ തിയറി സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു വൃത്തം, വൃത്തത്തിന്റെ ഒരു ഞാണ് കോഡ്, ആ ഞാണിന്റെ രണ്ടറ്റത്ത് നിന്ന് വരയ്ക്കുന്ന എല്ലാ കോണുകളും സെയിം ആയിരിക്കും. കണ്ടോ? ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടോ അത് തന്നെ ഇവിടെ ഉണ്ടോ, അത് തന്നെ ഇവിടെ ഉണ്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ കോഡിന്റെ രണ്ടറ്റത്ത് നിന്ന് വരച്ചിരിക്കുന്നതാണ് ഇത്. കണ്ടോ? അതുപോലെ ഈ രണ്ടറ്റത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരയ്ക്കുന്ന എല്ലാ കോണുകളും എത്ര ഉണ്ടാവും? 70 വെച്ച് തന്നെ ഉണ്ടാവും. അതാണ് നമ്മുടെ തിയറി. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചു എന്ന് വെച്ചാൽ നമുക്ക് 90 ഡിഗ്രി വന്നാലേ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു, ഇപ്പോൾ 90 ഡിഗ്രി ആയി. ഇത് ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 70 ഡിഗ്രി കിട്ടും. ക്ലിയർ? ഓക്കെ. ഇപ്പം എന്താ സംഭവിച്ചു നോക്കിയേ, ഇവിടെ 90 ഡിഗ്രി വന്നു അല്ലേ? അപ്പോഴും നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട് സർക്കിളിൽ ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ ഒരു കോഡ് കടന്നു പോയാൽ അതിന്റെ പേര് ഡയാമീറ്റർ. അതായത് പകുതി വൃത്തം, ഇതൊരു പകുതി ഇതൊരു പകുതി. ഈ പകുതി വൃത്തത്തിൽ ഈ ഡയാമീറ്റർ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഉണ്ടാവും. ക്ലിയർ? തിരിച്ചു പറഞ്ഞാൽ 90 ഡിഗ്രി ഇങ്ങനെ ഈ വൃത്തത്തിൽ ഒരു കോൺ ഉണ്ടാക്കിയാൽ ആ കോണിന്റെ നേരെയുള്ള വശം വ്യാസം അഥവാ ഡയാമീറ്റർ ആയിരിക്കും. കിട്ടിയോ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ 90 ഡിഗ്രിയുടെ നേരെയുള്ള ഈ വശം എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്, ഡി അഥവാ വ്യാസം. ഓക്കെ. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ ഇവിടുന്ന് ഒരു വര മോഡിലേക്ക് വരച്ചു. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആൻഡ് ഇവിടെ 70 ഡിഗ്രി ആൻഡ് ദിസ് ലൈൻ റെപ്രസെന്റ് ഡയഗണൽ. ഇത് കണ്ടുപിടിച്ച് ഇതിന്റെ പകുതി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉത്തരവായി. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ ഇത്, തന്നിരിക്കുന്ന വശം ഇത്. അപ്പോൾ ആംഗിളിന്റെ നേരെ കിടക്കുന്ന വശം ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. 90 ഡിഗ്രിക്ക് നേരെയുള്ള വശം കണ്ടുപിടിക്കണം, അതായത് ഹൈപ്പോട്ടിനസ്. അപ്പോൾ ഹൈപ്പോട്ടിനസും ഓപ്പോസിറ്റ് സൈഡും എതിർവശവും കർണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റേഷ്യോ എടുക്കണം. ദാറ്റ് ഈസ് സൈൻ എന്താണ് 70. സൈൻ 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓക്കെ, അതെടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ഇത് ഒരു വൃത്തത്തെ 2 കഷ്ണമാക്കും. ഇവിടെ ഒരു കഷ്ണം, അതുപോലെ ഇപ്പുറത്തൊരു കഷ്ണം, ലൈക്ക് ദിസ്. കണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഡയഗണലിൽ നമുക്ക് കണ്ടുപിടിക്കണം, ഈ നീളം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ കൺസിഡർ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ക്ലിയർ? ഓക്കെ. അപ്പോൾ ആ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ വശത്തിന് ഡി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, ദാറ്റ് ഈസ് സൈൻ 70 is equal to ഓപ്പോസിറ്റ് സൈഡിൽ എത്ര കിടക്കുന്നത്? 3.5 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി. ഇതിന് നമുക്ക് ഡി കാണാം, ഡി ആണ് കാണുന്നത്. അപ്പോൾ ഡി ഇപ്പുറത്തേക്ക് എടുക്കുക. സോ ദിസ് ബിക്കം സൈൻ 70 ഡിഗ്രി ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു അവിടെ ബാലൻസ് നിൽക്കുന്നത് 3.5 സെന്റിമീറ്റർ. ക്ലിയർ? ദെൻ ഡി ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഗുണിച്ചിരിക്കുന്ന ആളെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്താവും? ഹരണവും. അപ്പോൾ ഗുണന സമത്തിന് അപ്പുറത്തേക്ക് പോയാൽ ഹരണവും. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ഇതൊരു
3.5 centimeter divided by sine 70 degree. Clear? അതാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ d is equal to 3.5 centimeter divided by sine 70. ഇനി sine 70യുടെ വില അറിയണം. sine 70യുടെ വില നമ്മൾ ആ ടേബിൾ നോക്കുമ്പോൾ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ നോക്കുമ്പോൾ ഇതാണ് sine 70യുടെ വില. ഓക്കെ, അത് നമ്മൾ അവിടെ കൊടുക്കുന്നു, ഹരിക്കുന്നു, നമുക്ക് d കിട്ടുന്നു 3.76 സെന്റിമീറ്റർ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് d ആണ്. അതായത് ഇവിടെ നിന്ന് ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെയുള്ള അകലമാണ് കിട്ടിയത്. പക്ഷെ നമ്മളോട് ചോദ്യം എന്താ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? സോ ഈ d യുടെ പകുതി എടുക്കണം. അപ്പോൾ d യുടെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കിട്ടും. അപ്പോൾ റേഡിയസ് ഇസ് ഈക്വൽ ടു d by 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.76 by 2. So the answer is r is equal to, radius is equal to 1.89 centimeter. Okay, clear? Please subscribe to our YouTube channel. Click here to subscribe. Click here to next video. Click here to other subjects like physics, chemistry, biology. Thank you.